വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാക്സിനേഷനെ കുറിച്ചാണ്. കൂടുതലും ആൾക്കാർക്ക് ഈ വാക്സിനേഷൻ എന്തിനൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അറിവില്ല. ഇത് പറയാൻ കാരണം തന്നെ ഈ ഇടയ്ക്ക് ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്. അതിൽ ഈ വാക്സിനേഷനെ കുറിച്ച് ഒരു ക്വിസ് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് അമ്മമാരോട് ചോദിച്ചു. അതായത് ഈ വാക്സിൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പിന്നെ ഈ വാക്സിൻ വന്നാൽ എന്തൊക്കെ രോഗങ്ങളാണ് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അമ്മമാർ ചോദിച്ചു. പക്ഷേ കൂടുതൽ അമ്മമാർക്ക് ഇത് എന്തിനെതിരെയാണ് എടുക്കുന്നതെന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു അംഗൻവാടി ടീച്ചറുണ്ട്. ആ ടീച്ചറാണ് എനിക്ക് ഈ അതായത് ഈ വാക്സിനേഷൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഇട്ട് തന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ യൂട്യൂബിൽ നീ പോസ്റ്റ് ചെയ്യാതെ എല്ലാവർക്കും ബെനിഫിറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുന്ന വൈകല്യങ്ങളും പിന്നെ ഇപ്പോൾ വരുന്ന ഓരോരോ രോഗങ്ങൾക്കും ഒക്കെ കാരണം ഈ വാക്സിനേഷൻ്റെ കുറവ് കൊണ്ടാണ്. വാക്സിനേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് കറക്റ്റ് ടൈമിൽ തന്നെ ഓരോരോ മാസങ്ങൾ നോക്കിയിരുന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. വാക്സിൻ എടുക്കുന്നതിൻ്റെ പ്രാധാന്യം സമൂഹത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു. രോഗം വരുന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ തടയുന്നതല്ലേ. വാക്സിൻ്റെ പ്രധാന ഗുണങ്ങൾ: രോഗപ്രതിരോധം. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തി മാരകമായ രോഗങ്ങൾ വരാതെ തടയാൻ വാക്സിനുകൾ സഹായിക്കുന്നു. പോളിയോ, വസൂരി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇതിലൂടെ സാധിക്കും. അടുത്തതായി സമൂഹത്തിൻ്റെ സുരക്ഷ, ഹെർഡ് ഇമ്മ്യൂണിറ്റി. ഭൂരിഭാഗം ആളുകളും വാക്സിൻ എടുക്കുന്നതിലൂടെ രോഗം പടരുന്നത് തടയാനും ഇത് വാക്സിൻ എടുക്കാൻ കഴിയാത്തവർക്കും സംരക്ഷണം നൽകുന്നു. ഉദാഹരണത്തിന് രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞവർക്കും കുഞ്ഞുങ്ങൾക്കും. അടുത്തത് സാമ്പത്തിക ലാഭമാണ്. മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ ഉണ്ടാകുന്ന ചികിത്സാ ചെലവുകൾ കുറയാൻ സഹായിക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കായി ചിലവാക്കുന്ന ചെറിയ തുക ഭാവിയിലെ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുന്നു. അടുത്തതാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം. കുട്ടിക്കാലത്ത് നൽകുന്ന വാക്സിനുകൾ വഴി ഭാവിയിൽ ഉണ്ടാക്കാവുന്ന പല വൈകല്യങ്ങളും മരണങ്ങളും തടയാനാകും. കുഞ്ഞുങ്ങളുടെ മാനസികവുമായ വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. രോഗം പടരുന്നത് തടയുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് തടയാൻ വാക്സിനേഷൻ സഹായിക്കുന്നു. ഇത് ഒരു പകർച്ചവ്യാധിയായി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സഹായകമാണ്. ഇനി വാക്സിനേഷനുകൾ ഏതൊക്കെ തരത്തിലാണെന്ന് നോക്കാം. കുഞ്ഞ് ജനിച്ചയുടൻ നൽകുന്നതാണ് BCG, ക്ഷയരോഗത്തെ നിയന്ത്രിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തം. OPV, പോളിയോ, പെൻഡാവാലന്റ്, ഹെപ്പറ്റൈറ്റിസ്, ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. IPV, പോളിയോ. PCV, ന്യൂമോണിയ, റോട്ട, കുട്ടികളിലെ വയറിളക്കം. MR, അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല. വൈറ്റമിൻ A, കാഴ്ച. DPT, ഡിഫ്തീരിയ, ടെറ്റനസ്, പെട്രോസസ്. TT, ടെറ്റനസ്. JE, കൊതുക് പരത്തുന്ന ജാപ്പനീസ് എൻസെഫാലിറ്റിസ്. കുത്തിവയ്പ്പ് എടുക്കേണ്ട കൃത്യസമയങ്ങൾ നോക്കാം. കുഞ്ഞ് ജനിച്ചയുടൻ BCG, ഹെപ്പറ്റൈറ്റിസ് ബി, OPV 0 ഡോസ്. 6 ആഴ്ചയാകുമ്പോൾ പെൻഡാവാലന്റ് 1, OPV 1, IPV 1, റോട്ട വൈറസ് വാക്സിൻ 1. 10 ആഴ്ചയാകുമ്പോൾ പെൻഡ 2, OPV 1, റോട്ട 2. 14 ആഴ്ചയാകുമ്പോൾ പെൻഡ 3, OPV 3, IPV 2, റോട്ട 3. 9 മാസമാകുമ്പോൾ MR വാക്സിൻ, വൈറ്റമിൻ A. 16 to 24 മാസമാകുമ്പോൾ MR, DPT ബൂസ്റ്റർ 1, IPV ബൂസ്റ്റർ. 5 തൊട്ട് 6 വയസ്സ് വരെ DPT ബൂസ്റ്റർ 2. 10 വയസ്സാകുമ്പോൾ TD ബൂസ്റ്റർ 1. 16 വയസ്സാകുമ്പോൾ TD ബൂസ്റ്റർ സെക്കൻഡ് ഡോസ്. 9 മാസം മുതൽ 5 വയസ്സ് വരെ 6 മാസം ഇടവിട്ട് വൈറ്റമിൻ A കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ വാക്സിനേഷനുകളൊന്നും വിട്ടുപോകാതെ എല്ലാം നൽകിക്കൊണ്ട് തന്നെ ആരോഗ്യപരമായ നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കാം. ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.